അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ രണ്ട് നിയ്യത്ത് വേണ്ടതുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം? വിശദീകരിക്കാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള നിയ്യത്ത്, അതായത് നമ്മൾ ഇശാസ്കാരം കഴിയുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു. ഈ നിയ്യത്തുണ്ട്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന നിയ്യത്ത്, ഇത് നിർബന്ധമായ നിയ്യത്താണ്. എന്നാൽ നമ്മൾ അത്താഴത്തിന് എണീറ്റതിന് ശേഷം അത്താഴം കഴിച്ച് പിന്നെ ഒരു നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് സുന്നത്തായ നിയ്യത്താണ് എന്നാണ് ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നത്. നിയ്യത്ത് ചെയ്ത ശേഷം ഉറങ്ങി ഉണർന്ന് അത്താഴത്തിന് ശേഷം നിയ്യത്ത് പുതുക്കൽ സുന്നത്താണ്. ഷെർവാനി 3:389 ഈ വിഷയം പറയും. ദർശീഹ് എന്ന ഗ്രന്ഥത്തിൽ പേജ് 165 പറയും. അപ്പോ തറാവീഹിന്റെ ശേഷം നാം ചെയ്യുന്ന സാധാരണഗതിയിൽ നാം ചെയ്യാറുള്ള നിയ്യത്ത്, അത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന നിയ്യത്ത് നമ്മൾ നിർബന്ധമായ നിയ്യത്താണ്. എന്നാൽ അത്താഴത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന നിയ്യത്ത് സുന്നത്തായ നിയ്യത്താണ്. ഇതെന്താണ് സുന്നത്താകുന്നത് എന്ന് വെച്ചാൽ, നിയ്യത്ത് ചെയ്തതിന് ശേഷം നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല എന്ന് ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തെ പരിഗണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിയ്യത്ത് ചെയ്തതിന് ശേഷം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് മുബ്തിലാത്തു സൗം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായത്തെയും കൂടി പരിഗണിക്കാൻ വേണ്ടി, മാത്രമല്ല മറ്റൊരു അഭിപ്രായം കൂടി, നിയ്യത്ത് ചെയ്തതിന് ശേഷം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല എന്നും ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെയും അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങളെയൊക്കെ പരിഗണിക്കാൻ വേണ്ടി അത്താഴം കഴിച്ചതിന് ശേഷം നാം ഉറങ്ങാതിരിക്കുകയും സുബഹി വരെ ഉറങ്ങാതിരിക്കുകയും ആ സമയത്ത് നമ്മൾ നോമ്പിന്റെ നിയ്യത്ത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്നതാണ് ഫുഖഹാഇന്റെ അഭിപ്രായം. ഞാൻ ഗ്രന്ഥങ്ങളുടെ പേരുകളും പേജ് നമ്പറുകളും നേരത്തെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചു. എന്തായാലും നമ്മൾ സാധാരണ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇശാസ്കാരം തറാവീഹിന് ശേഷം ചെയ്യുന്ന നിയ്യത്ത് നിർബന്ധമായ നിയ്യത്താണ് എന്ന് വെച്ചാൽ അത് മതി. അത് പ്രബലമായ അഭിപ്രായം പ്രകാരം ആ നിയ്യത്ത് കൊണ്ട് തന്നെ നോമ്പ് ശരിയാകും. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് സുബഹിന്റെ മുമ്പ് നമ്മൾ അത്താഴത്തിന് ശേഷം നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്ന പണ്ഡിത പക്ഷവും കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ട് നിയ്യത്ത് ഒരു നോമ്പിന് വേണമെന്നുള്ളത്, ഒന്ന് നിർബന്ധവും ഒന്ന് സുന്നത്തും. ഇത് നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറിയുന്ന അറിവായിരിക്കാം. ഇത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ രാത്രിയും ഒരു നിയ്യത്ത് ചെയ്യുക, അത്താഴത്തിന് എണീച്ചതിന് ശേഷവും ഒരു നിയ്യത്ത് ചെയ്യുക. അൽഹംദുലില്ലാഹ്, നമുക്ക് രണ്ട് കൂലിയും കിട്ടി. ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മത്തുൻ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ ഉമ്മത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ ഉമ്മത്തിന് റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.